भिक्षुक सूर्यकांत त्रिपाठी निराला। सूर्यकांत त्रिपाठी निराला हिंदी के बड़े क्रांतिकारी कवि थे। वे सच्चे देशभक्त थे। സൂര്യകാന്ത് ത്രിപാഠി നിരാല ഹിന്ദി സാഹിത്യത്തിലെ വളരെ വലിയ ക്രാന്തികാരിയായൊരു രചനാകാരനാണ്, കവിയാണ്. അദ്ദേഹം വളരെ നല്ലൊരു ദേശഭക്തനും കൂടിയാണ്. ദേശ് കെ കിസാനോം മസ്ദൂരും വിദ്വാനോം और ഭിക്ഷുകോം के प्रति आपके हृदय में സഹാനുഭൂതി थी. രാജ്യത്തിലെ കർഷകർ, തൊഴിലാളികൾ, വിദ്വാൻമാർ അവർ ഭിക്ഷക്കാർ തുടങ്ങിയവരോട് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ വളരെയധികം സഹാനുഭൂതി ഉണ്ടായിരുന്നു. कवि ने इन सारे वर्गों के लिए अनेक कविताएं लिखी है. भिक्षुक नामक कविता में कवि भारत के भिक्षुकों की दयनीय स्थिति का मार्मिक वर्णन किया है. ഭിക്ഷുക് എന്ന കവിതയിലൂടെ അദ്ദേഹം ഭാരതത്തിലെ ഭിക്ഷക്കാരുടെ ദയനീയമായ അവസ്ഥയാണ് ഇവിടെ ചിത്രീകരിക്കുന്നത്. അദ്ദേഹം ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടി ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട്. एक दिन कवि ने रास्ते में एक भिक्षुक को देखा. ഒരു ദിവസം കവി വഴിയിലൊരു ഭിക്ഷക്കാരനെ കണ്ടു. वह करुणा की मूर्ति बनकर दर्शकों की ओर आ रहा था. അവർ അല്ലെങ്കിൽ ആ ഭിക്ഷുകൻ എന്താണ്, കരുണയുടെ മൂർത്തി, അത്രയും ദയനീയ അവസ്ഥയിൽ ദർശകോം കി ഓർ ആ രഹാ ഥ, കാണികളുടെ മുന്നിലേക്ക് വരികയായിരുന്നു, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലേക്ക് വരികയായിരുന്നു. വഹ സ്വയം പശ്ചാത്താ ഥ, അവൻ സ്വയം പശ്ചാത്തപിക്കുകയായിരുന്നു. ദേഖ്നെ വാലോം കെ ഹൃദയ ടുക്കടെ ടുക്കടെ ഹോ ജായെങ്കെ, കാണുന്നവരുടെ ഹൃദയം എന്താണ്, പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉസ്കെ പേട് ഓർ പീഡ് ദോനോ മിൽക്കർ ഏക് ഹോ ഗയേ ഹെ, അവൻ്റെ വയറും പുറവും ഒന്നായി തീർന്നിരിക്കുകയാണ്. കാരണം ഭക്ഷണമൊന്നുമില്ലാതെ ഒട്ടിയ വയറോടെ വയറും പുറവും ഒന്നായിരിക്കുകയാണ്. വഹ് ലാഠി കി സഹായത സേ ചൽ രഹാ ഥ, അവൻ വടിയുടെ സഹായത്തോടെയാണ് നടക്കുന്നത്. അപ്നെ ഭൂഖ് മിട്ടാനെ കെ ലിയെ വഹ് അപ്നെ ഫട്ടി പുരാനി ചേലി കോ ദർശകോം കെ സാമനെ ഫൈലാത്ത ഹെ, തൻ്റെ വിശപ്പ് അകറ്റാനായി അദ്ദേഹം എന്താണ് ചെയ്യുന്നത്, തൻ്റെ പഴയ പൊട്ടിയ ചോളിക്കോ, തൻ്റെ പഴയ കീറിയ ആ വസ്ത്രത്തെ കാണികൾക്ക് മുന്നിലേക്ക് നീട്ടിപ്പിടിക്കുകയാണ്. ഉസ് ഭിക്ഷുകെ സാത്ത് ദോ ബച്ചെ ബി ഹെ, ആ ഭിക്ഷക്കാരൻ്റെ കൂടെ 2 കുട്ടികൾ കൂടിയുണ്ട്. വേ ബച്ചെ ഹമേശ ദൂസരോം കെ സാമനെ ഹാത്ത് ഫൈലായേ ഹുയേ ഹെ, ആ കുട്ടികൾ എല്ലായ്പ്പോഴും മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടിക്കൊണ്ടേയിരുന്നു. വേ ബായേം ഹാത്ത് സെ പേട്ട് കോ മൽത്തേ ഹെ ഓർ ദാഹിന ഹാത്ത് ദൂസരോം കെ സാമനെ ബഡാത്തേ ഹെ, ആ കുട്ടികൾ എന്താണ് ചെയ്യുന്നത്, തൻ്റെ വലത്തെ കൈ കാണികൾക്ക് നേരെ നീട്ടുകയും ഇടത്തെ കൈകൊണ്ട് വയറിൽ അടിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. ഉസ്കാ ഹോട്ട് ഭൂഖ് സേ സൂഖ് ഗയേ ഹെ, അവരുടെ ചുണ്ടുകൾ വിശപ്പിനാൽ ഉണങ്ങി വരണ്ടിരിക്കുന്നു. ഫിർ ബി കിസി ഭാഗ്യ വിധാത ദാനി സേ ഉനേ കുച്ച് ബി നഹി മിൽത്ത, പക്ഷേ എന്നിരുന്നാലും ഏതെങ്കിലും ഒരു ഭാഗ്യവാനായ ദാനിയുടെ കയ്യിൽ നിന്നു പോലും അവർക്ക് ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല. വേ ആംസുക്കെ ഘൂണ്ട് പീക്കർ രഹ് ജാത്തേ ഹെ, അവർ കണ്ണുനീര് കുടിച്ചാണ് ജീവിക്കുന്നത്. ഭിക്ഷുക ബച്ചെ കബി കബി സടക്ക് കെ കിനാരെ ഖഡേ ഹോക്കർ ചൂട്ടി പത്തൽ ചാട്ട് ലേത്തേ ഹെ, ഈ ഭിക്ഷക്കാരൻ്റെ മക്കൾ പലപ്പോഴും വഴിയരികിൽ കിടക്കുന്ന ആ എച്ചിലായ പത്തലിൻ്റെ കഷ്ണങ്ങൾ എടുത്ത് കൊണ്ടുപോകുമായിരുന്നു. തബ് കുത്തേ ഉൻസേ വേ പത്തൽ ചപ്പട്ട് ലേത്തേ ഹെ, പക്ഷേ അപ്പോൾ പട്ടികൾ വന്ന് അവരിൽ നിന്നും ആ പത്തൽ തട്ടിപ്പറിച്ചു കൊണ്ടുപോകുമായിരുന്നു. ഭിക്ഷുക് ബച്ചെ ബഹുത്ത് ദീൻ ഹോക്കർ രോനെ ലഗ്തേ ഹെ, ഭിക്ഷക്കാരൻ്റെ മക്കൾ എന്താണ്, വളരെയധികം അസുഖബാധിതരായി കരയുവാൻ തുടങ്ങിയിരിക്കുന്നു. ഉൻകാ രോന സുൻകർ കവി കാ ഹൃദയ പിഘൽ ഗയ, അവരുടെ കരച്ചിൽ കേട്ട് കവിയുടെ ഹൃദയം ഉരുകിപ്പോയി. കവി ബച്ചോം കോ സാന്ത്വന ദേക്കർ കഹത്തെ ഹെ, ഹേ ബച്ചെ തും ഠഹരോ മേരെ ഹൃദയ മേ ദയാ കാ അമൃത് ഹെ, കവി ആ കുട്ടികളെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, കുട്ടികളെ നിങ്ങൾ നിൽക്കൂ, എൻ്റെ ഹൃദയം ദയയുടെ അമൃതാൽ നിറഞ്ഞിരിക്കുകയാണ്. ഉസേ മേ തുമേ സീഞ്ച് തൂങ്ക, അത് ഞാൻ നിങ്ങളിലേക്ക് നനച്ചു തരും,
നിങ്ങളെ ഞാൻ ആ അമൃതിനാൽ നനയ്ക്കും എന്നാണ് കവി പറഞ്ഞത്. തബ് തും മഹാഭാരത് കെ ധീർ രാജകുമാർ അഭിമന്യു കെ സമാൻ വീർ ബൻ സകോഗെ. അപ്പോൾ നിങ്ങൾ മഹാഭാരതത്തിലെ വീരനായ രാജകുമാരനായ അർജുനനെ പോലെ അല്ലെങ്കിൽ അഭിമന്യുവിനെ പോലെ വീരനായി മാറും. മേം സ്വയം തുമാരെ ദുഃഖക്കോ അപ്പനെ ഹൃദയമേ സ്വീകാർ കർണേ കെ ലിയെ തയ്യാർ ഹോ. ഞാൻ നിങ്ങളുടെ ദുഃഖത്തെ എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാൻ തയ്യാറാണ്. इस प्रकार कवि ने इस कविता में भारत के भिक्षुकों के प्रति अपनी सहानुभूति प्रकट की है. ഇപ്രകാരം കവി തൻ്റെ കവിതയിലൂടെ ഭാരതത്തിലെ ഭിക്ഷക്കാരോടുള്ള തൻ്റെ സഹാനുഭൂതി പ്രകടിപ്പിക്കുകയാണ്. കവി അസൽ മേൻ ദയാ കാ ബിംബ് ഹെ. സത്യത്തിൽ കവി ദയയുടെ ഒരു ബിംബം തന്നെയാണ് എന്നാണ് ഈ കവിതയിൽ പറയുന്നത്.